മനുഷ്യരും മനുഷ്യത്വവും സഹജീവി സ്നേഹവുമെല്ലാം ലിംഗഭേദങ്ങൾക്ക് അതീതമാണ് എന്നുള്ള സന്ദേശം എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ ലിംഗഭേദങ്ങൾക്ക് അതീതമായി ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഉന്നമനത്തിനായി അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരു പൊതുസമൂഹം നമ്മുടെ കേരളത്തിലുണ്ട്. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള ഉന്നമനത്തിനായി നിരവധിയായ പദ്ധതികളാണ് കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് വഴി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. പൊതുജന പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുന്ന ഇത്തരം പദ്ധതികൾ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഉയർച്ചയ്ക്ക് വളരെയേറെ സഹായകരമായിട്ടുമുണ്ട്. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാ സാംസ്കാരിക പ്രകടനങ്ങൾക്കും അവരുടെ ഇത്തരത്തിലുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനുമായി കഴിഞ്ഞ 3 വർഷങ്ങളിൽ കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കലാമേളയാണ് വർണ്ണപ്പകിട്ട്. അതിൻ്റെ 4ാമത്തെ എഡിഷൻ ഈ വരുന്ന 16, 17 തീയതികളിൽ തിരുവനന്തപുരം കനകക്കുന്നിലുള്ള നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാപ്രകടനത്തിനുള്ള വേദി കൂടിയാവുകയാണ് വർണ്ണപ്പകിട്ട്. വർണ്ണപ്പകിട്ടിൻ്റെയും അനന്യം കലാ ട്രൂപ്പിൻ്റെയും ഉദ്ഘാടനം കേരളത്തിൻ്റെ ബഹുമാന്യായിട്ടുള്ള സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി നിർവഹിക്കുക കൂടിയാണ്. കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള എല്ലാ കലാ ആസ്വാദകരെയും ഈ വേദിയിലേക്ക് സാമൂഹ്യനീതി വകുപ്പിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ വേദിയിൽ തങ്ങളുടെ കലാപ്രകടനം കാഴ്ചവെക്കുന്ന എല്ലാ വ്യക്തികൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്.